കാരണം അത്ര സിമ്പിളായിട്ടാണ്, അത്ര ലളിതമായിട്ടാണ് ഇതെടുത്തത്. ആ വൈറ്റ് ഹൗസിനുള്ളിൽ വെടിവെച്ച ഒരു തോക്കുധാരിയെ കൂളായിട്ട് ഇവർ സുരക്ഷാ സേന പിടിക്കുകയും ചെയ്തു. നമുക്കറിയാമല്ലോ, നമ്മൾ എത്ര ലോകത്തിൽ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയുള്ള രാഷ്ട്രത്തലവന്മാരിൽ ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രസിഡന്റും ഒക്കെ. നമുക്കറിയാമല്ലോ, പ്രധാനമന്ത്രി നാട്ടിൽ വരുമ്പോൾ, ഇവിടെ വരുമ്പോൾ ഉള്ള ആ സുരക്ഷയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ഇത്രയും സുരക്ഷയുള്ളോ, അതും വൈറ്റ് ഹൗസിൽ? നമുക്കത് വിശ്വസിക്കാൻ ഒരു പ്രയാസം തോന്നുന്നുണ്ട്. കാര്യം ഇത് ട്രംപാണ്, അയാൾ എന്തും ചെയ്യും, എന്തും പറയും, ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകും. ഈ നാശത്തിൻ്റെ ഇതൊന്ന് കാലാവധി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്കൻ ജനതയുടെ ചിന്താഗതി എത്തിയിട്ടുണ്ട്. ഇനി 1.5 കൊല്ലം 2 കൊല്ലം കൂടെ സഹിക്കണമല്ലോ ഈ സാധനത്തിന് എന്നുള്ളത് ഒക്കെ. എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് അമേരിക്കയിലൊക്കെ. ഈ അവസ്ഥയിൽ നിന്ന് തനിക്ക് ഇനിയും 2.5 വർഷം ഒന്ന് പോകണമല്ലോ, ഒന്ന് അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു തത്രപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പിന്നെ ഈ ഇറാഖിലൊക്കെ, ഇപ്പം ഈ ഇറാൻ ഈ യുദ്ധത്തിലൊക്കെ യുദ്ധം ആവശ്യമായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ അതിനെ കൈകാര്യം ചെയ്ത രീതി, ഇതിനു മുമ്പ് ഉദാഹരണങ്ങളുണ്ടല്ലോ. ഇപ്പം ജോർജ് ഡബ്ല്യു ബുഷ് അന്ന് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അന്ന് 9/11 സംഭവിച്ചത്. അതേപോലെ തന്നെ ഇറാഖ് യുദ്ധം സംഭവിച്ചത് നമ്മളന്ന് കണ്ടതാണ്. ആ സമയത്ത് ആ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഒരു പ്രസിഡന്റ് എങ്ങനെയാണ് പെരുമാറിയത്, അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് ആ രാജ്യം മുഴുവനും അവരുടെ കൂടെ, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത്, എങ്ങനെയൊക്കെയാണ് അത് പുരോഗമിച്ചത്, ആ ഓരോ സന്ദർഭങ്ങളിലും പറഞ്ഞ വാക്കുകൾക്ക് എത്ര സൂക്ഷ്മതയുള്ളതായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ അധികം പിന്നിലൊന്നുമല്ല.